Hello everyone, welcome to my small business journey part 1 video. So നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ പാർട്ട് 1. സോ ഇതുപോലെ ഞാൻ കുറേ പാർട്ടായിട്ട് കുറച്ച് വീഡിയോസ് ഇടുന്നതായിരിക്കും. എനിക്ക് ഡെയിലി എൻക്വയറീസ്, അതായത് ഒരു 10 to 15 മെമ്പേഴ്സ് എങ്കിലും ഇൻസ്റ്റാഗ്രാമിലായിട്ടും വാട്സാപ്പിലായിട്ടും പുതിയ ബിസിനസ് ഓണേഴ്സ്, സ്മോൾ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഓണേഴ്സ് എനിക്ക് മെസ്സേജ് ചെയ്യും. നിങ്ങൾ എങ്ങനെയാണ് കൊറിയർ പാർട്ട്നേഴ്സ് ചൂസ് ചെയ്തത്, മാനുഫാക്ചേഴ്സിനെ പറ്റി പറയാവോ എന്നൊക്കെ, പാക്കേജിങ് മെറ്റീരിയൽസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ പാക്കേജിങ് മെറ്റീരിയൽസ് ആണ്, എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറേ DMs വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ദിസ് വീഡിയോ വിൽ ബി യൂസ്ഫുൾ ടു എവറി വൺ ഇഫ് ഐ അപ്ലോഡ് ഇറ്റ് ഇൻ യൂട്യൂബ്. സോ അങ്ങനെ ചെയ്യുന്ന പാർട്ട് വീഡിയോ ആണ്. ഞാൻ ഒരേ വീഡിയോ ആയിട്ട് ലെങ്തി ആയിട്ട് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് ബോറടിപ്പിക്കാൻ ആഗ്രഹമില്ല. സോ അതുകൊണ്ട് ഞാൻ പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് പാർട്ട് 1. സോ ഫസ്റ്റ് ഞാൻ പാർട്ട് 1 എന്താണ് പറയാൻ പോകുന്നത് വെച്ചാൽ കൊറിയർ പാർട്ട്നേഴ്സ് പറ്റിയിട്ടാണ്. സോ കൊറിയർ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നത് കൊറിയർ പാർട്ട്നേഴ്സാണ്. സോ എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ, ഞാൻ കുറേ മൾട്ടിപ്പിൾ ഡെലിവറി പാർട്ട്നേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. സോ യു ഗൈസ് ഡോണ്ട് മേക്ക് ദ സെയിം മിസ്റ്റേക്ക്. അപ്പോൾ നിങ്ങളൊരു സ്മോൾ ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതേപോലെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും അടിക്കുക. സോ ഇതേപോലെ കുറേ സ്മോൾ ബിസിനസ് ഓണേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫ്യൂച്ചറിൽ. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഓൾസോ ഹൂ ഈസ് വില്ലിംഗ് ടു സ്റ്റാർട്ട് എ സ്മോൾ ബിസിനസ്. സോ ദിസ് വിൽ ബി യൂസ്ഫുൾ ഫോർ ദം. ഇനി ഞാൻ ഫസ്റ്റ് എൻ്റെ സ്മോൾ ബിസിനസ് തുടങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്ത കൊറിയർ പാർട്ട്ണർ ആരാണെന്ന് വെച്ചാൽ ഡൽഹി വെറി എന്ന് പറഞ്ഞ ഒരു കൊറിയർ പാർട്ട്ണറാണ്. ഞാനത് ചൂസ് ചെയ്യാൻ കാരണം അവരുടെ വർക്കിംഗ് ഹവേഴ്സ് ലോങ്ങർ ആയിരുന്നു. അതായത് നൈറ്റ് 10:30 വരെ വർക്കിംഗ് ആണ്. എൻ്റെ അടുത്തുള്ള ഫ്രാഞ്ചൈസ്, മോസ്റ്റ് ഓഫ് ദി ഫ്രാഞ്ചൈസും സിമിലർ ആയിട്ടുള്ള വർക്കിംഗ് ഹവേഴ്സ് ആയിരിക്കും. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. പിന്നെ ചീപ്പാണ് കമ്പയർഡ് ടു അതർ ഡെലിവറി പാർട്ട്നേഴ്സ്. അത് DTDC ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ അതൊക്കെ DTDC പ്രൊഫഷണലൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് വാസ് ചീപ്പർ ഫോർ മീ ഇൻ ദ സ്റ്റാർട്ട്. പിന്നെ അവർക്ക് പിക്കപ്പ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഡെലിവറി ചൂസ് ചെയ്തത്. പക്ഷേ സ്റ്റാർട്ടിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്തായിരുന്നു, ഓർഡേഴ്സൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് എനിക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഡിലേ ആയിട്ടുള്ള ഡെലിവറി. അതായത് കുറേ പ്രാവശ്യം എൻ്റെ കസ്റ്റമേഴ്സിന് പാർസൽസ് റിസീവ് ചെയ്തത് ആഫ്റ്റർ 1 മന്താണ്. ഞങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, അത്രയ്ക്കും ഡിലേ ആയിട്ടാണ് പാർസൽ മൂവ് ചെയ്തത്. സോ ഞാൻ ഇപ്പോൾ ഡെലിവറിയുടെ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പറയാം. സോ എന്താണെന്ന് വെച്ചാൽ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. സോ ഡിലേ ആയിട്ടുള്ള ഡെലിവറിയാണ്. കസ്റ്റമർ സപ്പോർട്ട് ഒട്ടുമില്ല അവർക്ക്. സോ അത് കാരണം അത് ഒരു മേജർ ഇഷ്യൂ ആണ്. അപ്പം ഇവരുടെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു വരുമ്പോൾ ഷിപ്പിംഗ് റേറ്റ് മറ്റുള്ള ഒഴിച്ച്, അതായത് പ്രൊഫഷണൽ DTDC അതൊക്കെ ഒഴിച്ച് ഇവർക്ക് ഷിപ്പിംഗ് ചാർജ് ഭയങ്കര കുറവാണ്. അപ്പോൾ എനിക്ക് വന്നൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ 1 മാസം കഴിഞ്ഞിട്ടാണ് ഇത്. ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് ഡെലിവറി ചെയ്യും, നാളെ ഡെലിവറി ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവർ 1 മാസത്തോളം ആ പാർസൽ ഡെലിവറി ചെയ്തില്ല. ഇതുപോലെ ഒരു പ്രാവശ്യം വന്നതല്ല, 1-2 പ്രാവശ്യം എനിക്ക് ഇതേ ഇതുണ്ടായിട്ടുണ്ട്. സോ അത് കാരണം എനിക്ക് കസ്റ്റമേഴ്സിന് നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. സോ ഈ മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരാൻ പാടില്ല. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് റിവ്യൂസ് നോക്കുമ്പോൾ കുറേ റിവ്യൂസ് കണ്ടു, പാർസൽസ് എപ്പോഴും ഡിലേ ആണ് എന്ന് പറഞ്ഞിട്ട്. സോ ഇത് മാത്രമല്ല, എൻ്റെ കസ്റ്റമേഴ്സിൽ നിന്നും എനിക്ക് ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് വരാൻ തുടങ്ങി. ഇങ്ങനെ പാർസൽ എപ്പോഴും ഡിലേ ആയിട്ടാണ് വരുന്നത്, എനിക്ക് മുമ്പ് ഇതുപോലെ ബാഡ് എക്സ്പീരിയൻസസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്, എൻ്റെ കസ്റ്റമേഴ്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ മാറിയത് ആഫ്റ്റർ സോ മച്ച് ഓഫ് റിസർച്ച് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ മാറിയത് DTDCയിലോട്ടാണ്. DTDC ഒരു ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ഇതാണ്. സോ DTDC ഇപ്പോഴും ഞാൻ DTDC യൂസ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് പറയാം. ഭയങ്കര റിലയബിൾ ആണ്. അവർ നമുക്ക് ട്രാക്കിംഗ് പ്രൊവൈഡ് ചെയ്യും. സോ ആ ട്രാക്കിംഗ് നമുക്ക് അപ് ടു ഡേറ്റ് റിയൽ ടൈം ഇൻഫർമേഷൻ അതിൽ എവിടെ എത്തി, എവിടെ പാർസൽ എത്തി എന്നൊക്കെ അതിൽ കാണിക്കും. സോ അതൊന്ന്. പിന്നെ കസ്റ്റമർ എക്സ്പീരിയൻസും ഓവറോൾ എക്സ്പീരിയൻസും റിവ്യൂസും ഒക്കെ നല്ല ഉള്ള ഒരിതാണ്. പ്രോപ്പറായിട്ട് എൻ്റെ പാക്കേജസ് ഒക്കെ എത്തിക്കും. ഇനി ഡിസഡ്വാൻറ്റേജസ് സൈഡിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഷിപ്പിംഗ് കോസ്റ്റ് മറ്റുള്ള ഒഴിച്ചിട്ട് ഭയങ്കര ഹയർ ആണ് കമ്പാരിറ്റീവ്ലി. ഇപ്പം നമ്മൾ പോസ്റ്റൽ സർവീസൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ വെയിറ്റ് കൂടുന്തോറും നമുക്ക് ഷിപ്പിംഗ് ചാർജസും കൂടുമല്ലോ. അവരുടെ മിനിമം ഷിപ്പിംഗ് ചാർജ് ഭയങ്കര കൂടുതലാണ്. സോ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്.
പിന്നെ ചില റിമോട്ട് ഏരിയാസിലൊന്നും ചില പിൻകോഡ്സിൽ ഡെലിവറി ഇല്ല, അതും ഒരു ഇഷ്യൂ ആണ്. സോ ഇതാണ് ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂസ് DTDCയിൽ. പക്ഷേ ഇപ്പോഴും ഞാൻ DTDC യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. പിന്നെ ഞാൻ പോസ്റ്റലിലേക്ക് മാറിയെന്നല്ല, പോസ്റ്റലും യൂസ് ചെയ്യുന്നുണ്ട്, DTDCയും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ടും മാറ്റി മാറ്റിയാണ് യൂസ് ചെയ്യുന്നത്. പോസ്റ്റൽ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചീപ്പാണ്, വെരി അഫോർഡബിൾ. നമ്മൾ സ്മോൾ ബിസിനസ് ഓണേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡെലിവറി പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ് ഹാസ് ടു ബി പോസ്റ്റൽ സർവീസ്. കാരണം ഭയങ്കര ചീപ്പാണ്. നമ്മളിപ്പോൾ കുഞ്ഞു വെയിറ്റൊക്കെ കുഞ്ഞു സാധനങ്ങൾ പ്രൊഡക്ട്സ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഭയങ്കര ചീപ്പ് ഇതാണ് വരുന്നത്. സോ യു ഷുഡ് ഗോ വിത്ത് ദാറ്റ്. പിന്നെ ഇവരുടെ അഡ്വാൻറ്റേജസ് ചീപ്പർ കൊറിയർ ഓപ്ഷൻസ് ആണ്. റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിലും അവർ ഡെലിവർ ചെയ്യും സാധനങ്ങൾ. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ലെസ്സർ ഷിപ്പിംഗ് ചാർജസ് ആണ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർ ട്രാക്കിംഗ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്, എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും പാർസൽ കൊടുക്കുമ്പോൾ അവർ ട്രാക്കിംഗ് ID അയച്ചു തരും. സോ അത് വന്നിട്ട് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് അയക്കുമ്പം ദേ വോണ്ട് ബി ഏബിൾ ടു ട്രാക്ക് ഇറ്റ്. അത് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ DTDC പോലെ റിയൽ ടൈം ട്രാക്കിങ് അത് പോസിബിൾ അല്ല തോന്നുന്നു. എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ് ഹാവ് ടോൾഡ് മീ ദാറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു 3 to 4 ഡേയ്സിൽ ഈ അടുത്ത് ഇപ്പം ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ ഞാൻ പാർസൽ ചെയ്യുന്നുണ്ട്, ഒരു 2 to 3 ഡേയ്സിൽ അവർക്ക് പാർസൽ എത്തും. ഇപ്പോൾ കേരളയൊക്കെ ആണെങ്കിൽ ഒരു 4 to 5 ഡേയ്സിനുള്ളിൽ പാർസൽ എത്തിക്കുന്നുണ്ട്. സോ അതൊന്നുമില്ല. ബട്ട് DTDCനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ പാർസലിൻ്റെ ഡെലിവറി ടൈം കുറച്ച് കൂടും. ഇതാണ് ഞാൻ ഫേസ് ചെയ്ത കുറച്ച് ഇഷ്യൂസ്. സോ ഏത് ഒരു ബിസിനസ് ഓണേഴ്സിനും ഡെലിവറി ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രഗിൾ. സോ ഐ ഓൾവേസ് പ്രിഫർ DTDC ആൻഡ് പോസ്റ്റൽ. സോ നിങ്ങൾ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പോലത്തെ ഷിപ്പിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നെങ്കിൽ യു ക്യാൻ ഗോ ഫോർ പോസ്റ്റൽ സർവീസ്. അല്ലെങ്കിൽ കുറച്ച് ക്വാളിറ്റി ആയിട്ടുള്ളത്, ട്രാക്കിംഗ് ആവശ്യമുണ്ട്, ബെറ്റർ കസ്റ്റമർ സർവീസ് ഒക്കെ വേണമെങ്കിൽ യു ഷുഡ് ഗോ ഫോർ DTDC. ഓക്കെ. പിന്നെ പോസ്റ്റൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. പാക്കേജിങ് എപ്പോഴും സ്ട്രോങ്ങർ ആയിരിക്കണം. കാരണം ഹാൻഡിലിങ് അവർ വലിച്ചെറിയാണ് ചെയ്യുക. സോ പാക്കേജിങ് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. സോ പ്രോപ്പറായിട്ട് പാക്കേജ് ചെയ്തില്ലെങ്കിൽ ബബിൾ റാപ്പേഴ്സും പിന്നെ ഹണിക്കോം പേപ്പേഴ്സും ഒന്നും വെച്ച് നമ്മൾ പാക്ക് ചെയ്തില്ലെങ്കിൽ പാക്കേജ് കസ്റ്റമറിൻ്റെ അടുത്ത് എത്തുമ്പോൾ അത് ഒരുമാതിരി കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. സോ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം. പ്രോപ്പറായിട്ട് പാക്ക് ചെയ്തിട്ട് അയക്കുക. DTDCയിലാണെങ്കിൽ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യുക. പക്ഷേ DTDCനേക്കാളും കുറച്ച് മോശമായ ഹാൻഡിലിംഗ് ആയിരിക്കും, പ്രോപ്പർ ഹാൻഡിലിംഗ് ആയിരിക്കില്ല പോസ്റ്റലിൽ. സോ അത് മാത്രം ശ്രദ്ധിക്കുക. സോ ഈ വീഡിയോ എല്ലാ ബിസിനസ് ഓണേഴ്സിനും ഹെൽപ്ഫുൾ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് പറ്റിയ തെറ്റ് വേറൊരാൾക്കും പറ്റാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ എവ്രി വൺ ഹൂ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് സ്മോൾ ബിസിനസ് ഓർ who has a small business and searching for proper courier partners. So don't forget to share it to your friends, like, support, and also subscribe our channel for more useful videos like this.